എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ കവർ കൊണ്ട് ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നിവർത്തി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് റൗണ്ട്സ് വരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കുറേയധികം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പെറ്റൽസ് ആക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു പെറ്റൽസ് ആയിട്ട് നമുക്ക് കുറേയധികം ചെയ്തെടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതിന് നടുഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു പെറ്റലൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒരു പെറ്റൽസ് വരുന്നതും രണ്ട് പെറ്റൽസ് വരുന്നതുമായിട്ട് കുറേ പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് പെറ്റൽസും ഒരു പെറ്റൽസുമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു പെറ്റൽ എടുക്കണം. അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം രണ്ടും ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് പെറ്റൽസ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പെറ്റൽ അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പെറ്റൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒന്നായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന രണ്ടുമൂന്ന് പെറ്റൽസ് കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് സൈസ് കൂട്ടണമെങ്കിൽ കൂടുതൽ പെറ്റൽസ് ഒട്ടിച്ച് സൈസ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വൈറ്റ് പെയിൻറ്റൂടെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൂക്കൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ചുറ്റുമായിട്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഫെവി ബോണ്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സെയിം കളർ യൂസ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ കവറിൻ്റെ. അപ്പോൾ ആ കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബ്ലൂ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത്. റെഡ് കളറൊക്കെ വരുമ്പം ഇതിലൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹേർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. വേറെ പല ഷേപ്പുകളിലും ചെയ്തെടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിൽ ഒക്കെ ചെയ്തെടുക്കുമ്പോഴും ഭംഗിയുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്.
പിന്നെ നമ്മൾ ഈ പേപ്പർ എടുക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് വോളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. കട്ടി കുറഞ്ഞ പേപ്പർ ആണെങ്കിൽ ഇത് മടങ്ങി പോകും, കാരണം ഈ ഫ്ലവറിൻ്റെ എല്ലാം കൂടെ വെയിറ്റ് വന്നു കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടുള്ള കട്ടിയുള്ള പേപ്പർ എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് കൂടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.